ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇന്ന് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ്. ഈ തിരുനാളിൽ എൻ്റെ ഈശോ എന്നോട് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് കൊടുത്ത അതേ സന്ദേശം തന്നെ. എന്താണത്? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പലപ്പോഴും ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇത് ആരുടെ ഉത്തരവാദിത്വമാണ്? അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ് വചനം പ്രഘോഷിക്കാൻ. സ്നേഹമുള്ളവരെ, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത്. മാമോദീസയിലൂടെ നമ്മളൊക്കെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുക. പുരോഹിതന്റെ ത്രിവിധ ദൗത്യങ്ങൾ പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്നുള്ളത് ഓരോ മാമോദീസ സ്വീകരിച്ച വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കണം. വചനം മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷെ നമ്മളിത് തിരിച്ചറിയുന്നില്ല. എവിടെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത്? ലോകത്തിൻ്റെ അതിർത്തികളോളം ഒന്നും ഓടണ്ട കേട്ടോ. എവിടെ ഇരിക്കണം? നീ നിൻ്റെ ഭവനത്തിലൊന്ന് കൊടുത്തേ. അപ്പനെന്ന നിലയിൽ വചനം പ്രഘോഷിക്കാനായിട്ട് പറ്റുന്ന കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ച് കൊടുക്കുമ്പോഴാണ് നിന്റെ ജീവിതം ധന്യമാകുന്നത്. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണ വിശ്വസ്തതയിൽ നിർവഹിച്ചു എന്ന് അഭിമാനത്തോടുകൂടി പറയാനായിട്ട് പറ്റുന്നത്. എൻ്റെ ജോലി മേഖലകളിൽ, എൻ്റെ പഠന മേഖലകളിലൊക്കെ ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. പക്ഷെ നമ്മളൊക്കെ എന്താ ഇന്ന് ചെയ്യുന്നത്? ഈശോയെ പ്രഘോഷിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഞാൻ ക്രൈസ്തവനാണ് എന്നതിൽ അഭിമാനിക്കുവാനായിട്ട്, മറ്റൊരാളുടെ മുൻപിൽ ധൈര്യത്തോടുകൂടി ഏറ്റുപറയുവാനായിട്ട് പലപ്പോഴും നമ്മളിന്ന് മടി കാണിക്കുക, മാറി നിൽക്കുകയാണ്. എനിക്ക് കിട്ടിയ വിശ്വാസം പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരോട് പറയാനായിട്ട് മടിയുള്ള വ്യക്തികളായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഈശോയുടെ ഈ ഒരു വചനം നമ്മൾ ഓർമ്മിക്കേണ്ടത്. ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തന്നെ എന്നോടും എൻ്റെ ഈശോ പറയും, നീ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. നിൻ്റെ പഠന മേഖലകളിൽ, ജോലി മേഖലകളിൽ നീ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഈ ഈശോയെ പങ്കുവെച്ചു കൊടുക്കുമ്പോൾ നിൻ്റെ ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് അഭിമാനത്തോടുകൂടി കടന്നു പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിത മേഖലകളിൽ മിശിഹായെ പങ്കുവെച്ചു കൊടുക്കാം. മിശിഹായെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ച് ജീവിതയാത്ര മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.